ഹോളി ഉത്സവത്തിന്റെ ഒരു ഭാഗമാണ് ഹോളിക. ഹോളി ദിനത്തിന്റെ തലേന്ന് ആഘോഷിക്കപ്പെടുന്നു. ആ കഥ കേൾക്കാം. ഹിരണ്യകശിപുവിന്റെ മകനായ പ്രഹ്ലാദൻ ചെറുപ്പം മുതലേ ഭഗവാൻ വിഷ്ണുവിനോടുള്ള അചഞ്ചലമായ ഭക്തി പ്രകടിപ്പിച്ചു. അസുരമാതാപിതാക്കളിൽ ജനിച്ചെങ്കിലും അമ്മ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ നാരദമഹർഷിയിൽ നിന്ന് അദ്ദേഹം ആത്മീയജ്ഞാനം നേടി. സ്വയം പരമദേവനായി പ്രഖ്യാപിച്ച പിതാവിന്റെ രാജ്യത്ത് വിഷ്ണുവിനെ ആരാധിക്കുന്നത് കർശനമായി വിലക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആസൂത്രണം ചെയ്ത നിരവധി ആക്രമണങ്ങളിൽ നിന്ന് യുവരാജകുമാരൻ രക്ഷപ്പെട്ടു. അവർ അദ്ദേഹത്തെ ഉയർന്ന പാറക്കെട്ടുകളിൽ നിന്ന് എറിഞ്ഞു. അദ്ദേഹത്തെ മാരകമായ പാമ്പുകൾക്ക് വിധേയമാക്കി. ആനകളെക്കൊണ്ട് അദ്ദേഹത്തെ ചതിക്കാൻ ശ്രമിച്ചു. അവർ അദ്ദേഹത്തെ പട്ടിണി കിടത്തി വിഷം കൊടുത്തു. എല്ലാ പരീക്ഷണങ്ങളിലും ഭഗവാൻ വിഷ്ണുവിന്റെ നാമം ജപിച്ചുകൊണ്ട് പ്രഹ്ലാദൻ തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. പ്രഹ്ലാദനെ കൊല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഹിരണ്യകശിപു സഹായത്തിനായി സഹോദരി ഹോളികയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവർ ഒരുമിച്ച് ഒരു ദുഷ്ടപദ്ധതി ആവിഷ്കരിച്ചു. ഹോളിക പ്രഹ്ലാദനെ മടിയിലിരുത്തി തീയിലിരിക്കും. അവളുടെ അഗ്നിജ്വാലകളോടുള്ള പ്രതിരോധശേഷി അവളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചു. ഈ നിർണായക നിമിഷത്തിൽ ദിവ്യ ഇടപെടൽ നടന്നു. പ്രഹ്ലാദനൊപ്പം അഗ്നിയിൽ പ്രവേശിച്ചതോടെ തെറ്റായ ഉദ്ദേശ്യങ്ങൾ കാരണം ഹോളികയുടെ സംരക്ഷണമില്ലാതായി. എന്നിരുന്നാലും വിഷ്ണുവിന്റെ അനുഗ്രഹം പ്രഹ്ലാദനെ സംരക്ഷിച്ചു. അതേസമയം അഗ്നിജ്വാലകൾ ഹോളികയെ വിഴുങ്ങി അവളെ ചാരമാക്കി. ഈ അത്ഭുതകരമായ സംഭവം എല്ലാം മാറ്റിമറിച്ചു. തന്റെ ഭക്തനെ സംരക്ഷിക്കുന്നതിനും ഹിരണ്യകശിപുവിന്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കുന്നതിനുമായി ഭഗവാൻ വിഷ്ണു പിന്നീട് പകുതി സിംഹവും പകുതി മനുഷ്യനുമായ ഒരു അവതാരമായ നരസിംഹമായി അവതരിച്ചു. ഏകദേശം 80% വീടുകളും അതിന്റെ ആചാരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിന് ആൽ ഇന്ത്യൻ സമൂഹത്തിൽ ഈ ഉത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട്.